നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ പതിവ് പോലെ നേരം വെളുത്തപ്പം നല്ല മഴ, ഒരു 4 മണി മുതൽ നല്ല മഴ കേട്ടോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നല്ല തണവുമാണ്. അപ്പോൾ അതേ രാവിലത്തെ പരിപാടിയിലേക്ക് കിടന്നു. നമുക്ക് പിന്നെ അടുക്കളപ്പണിയാണല്ലോ. അപ്പോൾ അതേ രാവിലെ തന്നെ ജ്യൂസ് മോന് സ്കൂളിൽ പോകണം, ഇച്ചാന് ജോലിക്ക് പോകണം, അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഗ്രീൻ പീസ് വെള്ളത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ പടിയാ ഗ്രീൻ പീസ് വേവിച്ച് കറി സെറ്റാക്കി, ചോറും വെന്തു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് മാവൊക്കെ എടുത്ത് കുഴച്ച് സെറ്റാക്കി ഇത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന രംഗമായിട്ടേ കാണുന്നത്. അപ്പോൾ ജ്യൂസ് മോനെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിക്കാണ്. അപ്പോൾ അവൻ വരുമ്പോഴേക്ക് ഇതൊക്കെ സെറ്റാക്കി വെക്കണം. അവന് കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നല്ല തണവല്ലേ. ഒന്നാമത് അവന് കഫക്കെട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. ഈ ഇടയ്ക്ക് പനി വന്ന് പിന്നെ കഫക്കെട്ട് ശരിക്കും അങ്ങോട്ട് മാറണേ ഇല്ല. അപ്പോൾ എന്നും തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ടാണ് പോണേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ഇത് കറി റെഡിയായി. ഇപ്പോൾ ജ്യൂസ് മോൻ്റെ ചോറ് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇച്ചായന് 10 മണിക്കാട്ടോ ജോലിക്ക് പോകേണ്ടത്. അപ്പോൾ പിന്നെ ഇച്ചായനും നേരത്തോടെ പാക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ ജ്യൂസ് മോൻ്റെ കാര്യം സെറ്റാക്കാമെന്ന് വിചാരിച്ച് വേഗം തന്നെ അവനുള്ള ചോറും കറിയും റെഡിയാക്കി. അവന് ഗ്രീൻ പീസ് കറി ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രത്യേകിച്ച് അവൻ്റെ കൂട്ടുകാർക്കും കൊടുക്കും. അവരുടെ കൂട്ടുകാർക്ക് അതിൻ്റെ അമ്മ വെക്കണ ഗ്രീൻ പീസ് കറിക്ക് മന്തിയുടെ ടേസ്റ്റാണെന്നാണ് കുട്ടികളുടെ വിശേഷണം. എന്തിലാവട്ടെ. പിന്നെ അപ്പോൾ അതങ്ങനെ എൻ്റെ ചോറ് പാത്രമൊക്കെ റെഡിയാക്കി ഇതേ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് സെറ്റാക്കി. ഇച്ചിരി കഴിയുമ്പോഴേക്കും നമ്മുടെ ജയിടുമോനെ എഴുന്നേറ്റ് വരെ. അപ്പോൾ അവനുള്ള പാലും കൂടി തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ പണി പാളും. അപ്പോൾ അതേ അവനുള്ള പാലും ശരിയാക്കി വെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചായൻ ഗ്രീൻ പീസൊന്നും കഴിക്കില്ല. അപ്പോൾ ഇച്ചായന് വേണ്ടിയിട്ട് ഞാൻ എന്തേ മീൻ തേങ്ങ അരച്ച് ചാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജ്യൂസ് മോനുള്ള എല്ലാ കാര്യം സെറ്റാക്കിയിട്ട് ഇച്ചായന് കൊടുക്കാമെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇതേ അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി പെട്ടെന്ന് കേട്ടോ. പക്ഷേ പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പാത്രമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും വിട്ടിട്ട് വേണം കഴുകാൻ. അപ്പോൾ ദേ ജ്യൂസ് മോന് ഫുഡ് കൊടുത്തു കഴിക്കുകയാണ്. നേരം പോയി 8:15 8:30 നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് വണ്ടി 35 ആകുമ്പോഴേക്കും വരും. അപ്പോൾ കഴിക്കണം എന്നുണ്ടെന്നാൽ വയ്യാതാനും അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ദേ വേഗം അതിൻ്റെ ഇടയ്ക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കൽ സ്ലോ ആയിട്ടാണ് പോണത്. അപ്പം ഞാൻ അവനെ വിട്ട് സെറ്റാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും മീൻകറി വെക്കാമെന്ന് വെച്ച് വേഗം തന്നെ തേങ്ങയൊക്കെ ചിരകി മീൻകറി വെക്കാനുള്ള പരിപാടിയിലേക്ക് പോയി. വേഗം മീൻകറിയും വെച്ചു സെറ്റാക്കിയിട്ട് അപ്പോഴേക്കും ചായൻ ജ്യൂസ് മോനെ വണ്ടി കയറ്റി വിട്ടിട്ട് വന്നു. ജയിടപ്പനെ ജ്യൂസ് മോൻ്റെ കൂടെ പോവാണ്ട് ഭയങ്കര വാശിയായിരുന്നു. നേങ്ങലടിച്ച് കരയായിരുന്നു. പിന്നെ ഒന്നാമത് ചാറ്റൽ മഴയായ കാരണം അവനെ ഞാൻ വിടാഞ്ഞത്. അല്ലെങ്കിൽ അവിടെ പോയി വല്ല പനിയെങ്ങാനും വന്നല്ലേ. ഇപ്പോൾ തന്നെ വന്ന് മാറിയുള്ളൂ. അത് കാരണം വിട്ടില്ല. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി. അവൻ്റെ കരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രമൊക്കെ കഴുകി അടുക്കളയുടെ പണികളൊക്കെ തീർത്തിട്ട്. എനിക്ക് പാത്രം അങ്ങനെ കൂടി കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പണികളൊന്നും തീരാത്ത പോലെയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ അവിടെ ഇരുന്ന് തിളയ്ക്കണം. അതേ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 8:45 ആയിട്ട് ഭക്ഷണം കഴിക്കാമായിരുന്നപ്പോൾ. അപ്പോൾ വേഗം തന്നെ ഫുഡും കൂടി കഴിച്ച് ഞാൻ പരിപാടി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയത്തെ അടിച്ചു വാരണം. ജയിടുമോൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. ജയിടുമോനെ കുളിപ്പിക്കണം, ഓരോന്ന് ചെയ്യണം. അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.